समाधान कीजिए। ओके A grade. ഞാൻ ശരിക്കും ബേസിക്കലി യൂറോപ്പിൽ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 8 months ഞാൻ അവിടെ ആയിരിക്കും. ഒക്ടോബർ മുതൽ ഓൾമോസ്റ്റ് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കഴിയുന്നത് വരെ ജാനുവരി 25 ഞാൻ തിരിച്ചു പോകും. അപ്പോൾ ഓൾമോസ്റ്റ് 4 മാസം ഇവിടെ കലോത്സവത്തിന് വേണ്ടിയിട്ട് വരിക, കുട്ടികളെ പഠിപ്പിക്കുക. ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, ഭാവമിശ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ്, ആലപ്പുഴ, തിരുവല്ല. ബേസിക്കലി ഞാൻ അവിടെ ആണെങ്കിലും മനസ്സ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 8 മാസം അവിടെ ആയുർവേദം, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അവിടുത്തെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകും. ബാക്കിയുള്ള 4 മാസം ഇവിടെ കലോത്സവം, കുട്ടികളെ പഠിപ്പിക്കുക, ട്രെയിൻ ചെയ്യിക്കുക, കൊറിയോഗ്രാഫീസ് ചെയ്യുക, പുതിയ റെക്കോർഡിങ്സ് ചെയ്യുക, അതിൻ്റെ ഒരു ത്രില്ല് ആസ്വദിക്കുകയാണ് ശരിക്കും പറഞ്ഞത്. ഇത് ഗീതിക ഇപ്പോൾ ആലപ്പുഴയെ പ്രതിനിധീകരിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് കൃഷ്ണപ്രിയ, രണ്ടുപേരും ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ചിട്ട് കൂച്ചിപ്പുടി ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ മത്സരിക്കുകയാണ്. 98 മുതൽ 2002 വരെ ഞാനും കലോത്സവ ഫീൽഡിൽ നിന്ന് വന്നതാണ്. ആക്ച്വലി കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് വന്നതാണ് ഞാൻ. പിന്നെ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ചിട്ട് മത്സരിച്ച് 98 മുതൽ 2002 വരെ ഞാൻ ആലപ്പുഴ ജില്ലാ കലാപ്രതിഭയായിരുന്നു അടുപ്പിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആയുർവേദ കോളേജിലേക്ക് പോയി. ഡാൻസ് ശരിക്കും പറഞ്ഞ ഒരു പാഷനാണ്. അക്കാഡമിക്കലി ഞാൻ ആയുർവേദം കഴിഞ്ഞെങ്കിലും ഞാനത് കൊണ്ടുപോകുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ, അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ ബാംഗ്ലൂരും ഒക്കെ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3 years ആയിട്ട് ഞാനിപ്പോൾ പിന്നെ യൂറോപ്പിലേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും വർഷം കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഭാവമിശ്ര എന്ന് പറയുന്നതും നമ്മുടെ വിദ്യാർത്ഥികളും ഒക്കെ. നമുക്കൊരു റെപ്യൂട്ടേഷനുണ്ട്. ആ കുട്ടികളെല്ലാവരും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി അത് കളയാനും, പിന്നെ എത്രയാണെന്ന് യൂറോപ്പിലാണ് അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ കലോത്സവം വരുമ്പം അത് മാറ്റി വെച്ചിട്ട് സത്യം പറഞ്ഞാൽ അതിലേക്ക് പോകാൻ മനസ്സനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ കൂടെ ഇതും ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വർഷത്തിലൊരു 8 മാസം അവിടെയാണെങ്കിൽ ബാക്കിയുള്ള ഒരു 4 മാസം ഞാൻ ഇവിടെ കുട്ടികളുമായിട്ട് ഇങ്ങനെ ഡാൻസ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. കലോത്സവത്തിലേക്ക് വന്നത് ശരിക്ക് കല്യാണത്തിന് ശേഷമാണ്. മഹേഷിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഞാൻ കലോത്സവത്തിലേക്കും അതുപോലെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയത്. അതുവരെ അക്കാഡമിക്കലി ക്ലാസ്സസ് പഠിക്കുക, എടുക്കുക, ക്ലാസ്സസ്, റെഗുലർ ക്ലാസ്സസ് അങ്ങനെ മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും കല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതമാണ്. അതെ, അതൊരു തരത്തിൽ എന്താ പറയുക, ശരിക്കും ഭ്രാന്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ആർട്ട് ഫോംസ്, നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളില്ലാന്ന് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്താ പറയുക, നമ്മളെ ഊണിലും ഉറക്കത്തിലും അതാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഓരോ വർഷവും നമ്മൾ കുട്ടികൾക്ക് എന്താണ് നമ്മൾ എന്താ പറയുക വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ പറ്റുക. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്, ആ കുട്ടികൾ പിന്നെ വേദിയിൽ വന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതെങ്ങനെ നമ്മൾ പറഞ്ഞറിയിക്കേണ്ടത്, അതൊരു പ്രത്യേക സന്തോഷമാണ്. രണ്ടുപേരും നമുക്ക് ഇപ്പം എന്താ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിൽ നിന്ന് നമ്മളെ നല്ലോണം നോക്കി പഠിപ്പിച്ച് രാവുകൾ ഉറക്കമില്ലാതെ ഇവർ എന്ന് വെച്ചാൽ റെക്കോർഡിംഗ് ആണെങ്കിലും എല്ലാത്തിനും ഇവർ പോയി കുറേ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് നമ്മളെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുക്കും. രണ്ടുപേരും +2-കാരാണ്. അപ്പം അവസാനത്തെ വേദിയാണ് കലോത്സവത്തിൽ. ഇനിയും ഒരിക്കലും പങ്കെടുക്കാനുള്ള അവസരം കിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഇനിയും കലോത്സവ വേദി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറീസ് തന്ന ഒരു സ്റ്റേജിലൂടെയാണ് എടുക്കുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ് കുട്ടികളുടെ ശിഷ്യന് നമ്മൾ വാർത്തെടുക്കാൻ നമ്മൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കാട്ടിലുപരി അവർ നമുക്ക് തിരിച്ച് തരുന്ന ഒരു റെസ്പെക്റ്റ്, സ്നേഹം. ഞങ്ങൾ ശരിക്കും അങ്ങനെ ഒരു എന്താ പറയുക ഗുരു ശിഷ്യ ബന്ധത്തിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ഇവള് പറഞ്ഞതുപോലെ എല്ലാവരും വീട്ടിലാവും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ഇവർ പിന്നെ മത്സരത്തിന് വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അമ്മ, അവളുടെ അമ്മ, എൻ്റെ അമ്മയൊക്കെ ഉണ്ടാവും വീട്ടിൽ. ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് വയ്ക്കുക, ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക. ശരിക്കും അവൾ പറഞ്ഞാൽ കറക്റ്റാണ്, ഒരു ഗുരുകുല സമ്പ്രദായമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ്റെ ഒരു ഏരിയ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്.